സർ, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു വി.ഡി. സതീശനാണ് ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കാക്ക മലർന്നു പറക്കും, യു.ഡി.എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹം ഇപ്പൊ മറന്നിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളെ നിങ്ങൾ അതിന്റെ വാക്കിന്റെ അർത്ഥത്തിൽ എടുക്കുന്നത് ഒരു പരമാബദ്ധമാണ്. വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും ദീർഘകാല ലക്ഷ്യങ്ങൾ വെച്ച് അതിനുതകുന്ന തരത്തിലുള്ള ചില നരേറ്റീവ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ്. ഇപ്പൊ ഈ ഗവൺമെന്റിന്റെ പരാജയത്തിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ പിണറായി ആണെങ്കിൽ രണ്ടാമത്തെ കാരണം വെള്ളാപ്പള്ളി നടേശനാണ്. യാതൊരു സംശയവുമില്ല. ജനങ്ങൾക്കിടയിൽ വർഗീയ വിഷം കുത്തിവെച്ച് ജനങ്ങളെ വിഭജിപ്പിച്ച് ആ രൂപത്തിൽ LDFന്റെ വേണ്ടിയാണ്, പിണറായി വിജയന് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയന് വേണ്ടിയില്ല. അത് മനസ്സിലാക്കാൻ പിണറായി വിജയനോ CPM തയ്യാറായില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, ഇദ്ദേഹം മലപ്പുറത്തെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച്, ലീഗിനെ കുറിച്ച്, അതുപോലെയുള്ള വളരെ വംശീയമായ പരാമർശങ്ങൾ പറയുക. എന്നിട്ട് ചില പൊട്ടൻ CPM നേതാക്കന്മാർ അത് ഏറ്റുപിടിക്കുക. സജി ചെറിയാനും AK ബാലനും വിജയരാഘവനെ പോലെയുള്ള ആളുകൾ അത് ഏറ്റുപിടിക്കുക. എന്നിട്ട് അയാൾ പറഞ്ഞ് ശരിയല്ലേ എന്ന് പറയുക. ഇത് ഈ ഗവൺമെന്റിന്റെ ഈ പരാജയത്തിന്, LDFന്റെ പരാജയത്തിന് പ്രധാന കാരണങ്ങളിലൊന്നായി എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന് ഒരു പ്രാവശ്യം പോലും തള്ളിപ്പറയാൻ തയ്യാറാവുക. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ അംഗീകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് പോലും വരിക. ഒരു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ മലപ്പുറത്ത് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് CPMകാർക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പറയുമ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ പൊക്കി പറഞ്ഞാൽ അതാണ് CPMന്റെ കുഴപ്പം. ഒരാൾ പിണറായി വിജയൻ മഹാനാണെന്ന് പറഞ്ഞ് എന്ത് തെമ്മാടിത്തരവും പറയാം. അങ്ങനെയല്ല പാർട്ടി പൊളിറ്റിക്സ് അല്ലേ നോക്കണ്ടേ. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പൊളിറ്റിക്സ്, അയ്യപ്പ സംഗമം പോലുള്ള ഒരു പരിപാടി, അലവലാതി പരിപാടി നടത്തിയിട്ട് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടും എന്ന അന്ധവിശ്വാസത്തിൽ പോയ അത് ചെയ്യിച്ചൊരു ഒരു വെള്ളാപ്പള്ളി നടേശനുണ്ട്. ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളുടെ ലക്ഷ്യം എന്താണ്? വെള്ളാപ്പള്ളി ആരുടെ ഏജന്റാണ്? പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി കേരളത്തിൽ സംഘപരിവാറിന്റെ ഏജന്റാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താ? അന്തിമമായി അദ്ദേഹം കണക്കാക്കുന്നത് കേരളത്തിലെ LDFന്റെ പിന്നോക്ക ഹിന്ദു വോട്ട് BJPയിലേക്ക് കടത്തി കൊടുക്കുക. മതിലിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ മകൻ നിൽക്കുന്നുണ്ട്. ഈ മകനിൽ എത്തിച്ചു കൊടുക്കുക. പറയുന്ന വാക്കിന് ഒരു വിലയുമില്ല. വാക്കിന് വിലയില്ല എന്ന് മാത്രമല്ല, വിലയില്ല എന്ന് നമുക്ക് തോന്നും. അത് ചില നേതാക്കന്മാർ അങ്ങനെയാണ്. കാരണം അവർക്ക് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കണം. അപ്പൊ എന്ത് വിഡിത്തവും വേണമെങ്കിൽ പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പക്ഷെ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താ? പിണറായി വിജയനെ അനുകൂലിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പടർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണ്? അത് മാറ്റുമില്ല. അദ്ദേഹം പറഞ്ഞ സാധനം അവിടെ കിടക്കുകയല്ലേ. അദ്ദേഹം അത് മാറ്റിയിട്ടില്ല. അതിലൊന്നും മാറ്റിയിട്ടില്ല. അദ്ദേഹം അത് നിൽക്കുകയാണ്. നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്നൊക്കെയുള്ള നരേറ്റീവ്സ്. ഒരു നസ്രാണിയിലും വീണില്ല, ഒരു നായരും വീണില്ല, ഒരാളും വീണില്ല. അപ്പൊ ആ അർത്ഥത്തിലുള്ള വലിയ തോതിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു. 17% ഇസ്ലാമിക വോട്ടും 17% ക്രിസ്ത്യൻ വോട്ടും UDFലേക്ക് പോയി. പല മണ്ഡലങ്ങളിലും അത് കണ്ടു. ഈഴവ വോട്ടിൽ വലിയ ഷിഫ്റ്റ് ഒന്നും ഉണ്ടായില്ല, കുറെ ഉണ്ടായത് BJPയിലേക്ക് പോയത്. അപ്പൊ ചുരുക്കത്തിൽ എന്താ സംഭവിച്ചത്? CPMന്റെ പിന്നോക്ക ഹിന്ദു വോട്ട് ബേസിൽ വലിയ തോതിലുള്ള ഇസ്ലാമോഫോബിയ പടർത്തുക. ഇസ്ലാമോഫോബിയ ഒരു സമൂഹത്തിൽ പടർന്നാൽ അതിന്റെ അന്തിമ ഗുണഭോക്താവ് ആരാ? BJP ആണ്. കാരണം അവരുടെ ലക്ഷ്യമാണത്. നാളെ ഇപ്പം CPM നാളെ മുസ്ലിമിന് അനുകൂലം എന്തെങ്കിലും പറഞ്ഞ് ഇവരൊക്കെ ഒറ്റയടിക്ക് പോകും. CPMന് അങ്ങനെ ഇസ്ലാം വിരുദ്ധം, ഈഴവ വിരുദ്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ കേരളീയ സമൂഹത്തിൽ. മാത്രമല്ല 47% ന്യൂനപക്ഷങ്ങളുടെ ഒരു സംസ്ഥാന കേരളം എന്നുള്ളത് മനസ്സിലാവണ്ടേ. അവിടെ BJPയുടെ ലക്ഷ്യം എന്താ? BJPയുടെ ലക്ഷ്യം ഹിന്ദു വോട്ട് ബേസ് പോവുക. കോൺഗ്രസിലെ ഹിന്ദു വോട്ട് ബേസ് വലിയ തോതിൽ മുമ്പേ നഷ്ടപ്പെട്ടിരിക്കുന്നു. VDJS വന്നു, നായർ വോട്ടുകളിൽ കുറെ പോയി. അങ്ങനെയാണ് കോൺഗ്രസും UDFും ദുർബലമായി. പക്ഷേ അവർ തിരിച്ചു വരുന്ന എങ്ങനെയാണ്? CPMന്റെ ഹിന്ദു വോട്ട് ബേസിൽ കട്ട് വരും. ഇപ്പൊ കഴക്കൂട്ടത്തായാലും നേമത്തായാലും ചാത്തന്നൂരായാലും ലോക്സഭ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ വലിയ തോതിൽ BJPയിലേക്ക് CPM നിന്ന് വോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു സത്യമാണ്. ഇത് മനസ്സിലാക്കാൻ CPMകാർക്ക് അറിയില്ല. ആ CPMകാർ ഇപ്പോഴും പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഈഴവ വോട്ട് കിട്ടുമെന്ന്. ഒരു മാങ്ങാത്തുലിയും കിട്ടാൻ പോണില്ല. CPMന് ഈഴവ വോട്ട് കിട്ടാൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന കോമാളിയുടെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. കാരണം ഈഴവ വോട്ടിൽ ബഹുഭൂരിപക്ഷം ഇപ്പോഴും CPMനൊപ്പമായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് വ്യത്യാസം വരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഇവർ ഇസ്ലാമോഫോബിക് ആക്കും, ഇവരെ ഇസ്ലാം വിരുദ്ധരാക്കും. ഇസ്ലാം വിരുദ്ധരായാൽ ഏത് നിമിഷവും ഇവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെയും കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെയും
പല മണ്ഡലങ്ങളിൽ നിന്നും വലിയ തോതിൽ CPM-ന്റെ വോട്ട് BJP-യിലേക്ക് പോയി. ശോഭാ സുരേന്ദ്രൻ കുറെ വോട്ട് പിടിച്ചത്, അല്ലെങ്കിൽ വി മുരളീധരൻ കഴക്കൂട്ടത്ത് വോട്ട് പിടിച്ചത്, കഴിഞ്ഞ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ട് പിടിച്ചത് ഒക്കെ നമ്മൾ നോക്കിയാൽ വളരെ ക്ലിയർ ആണ് എവിടെ നിന്നാണ് വോട്ട് പോയി. ആ വോട്ട് ഇപ്പൊ തന്നെ വട്ടിയൂർക്ക ഇപ്പൊ തന്നെ നമ്മൾ കഴക്കൂട്ടത്തും അത് തന്നെയാണ് CPM-ന്റെ CPM-ന്റെ വോട്ടാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അത് വരുമ്പോ എന്ത് സംഭവിക്കും? CPM-ന്റെ വോട്ട് നഷ്ടപ്പെട്ടാൽ BJP-യിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരൽ അത് വലിയ മാത്രമല്ല അവരുടെ LDF-ലെ നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അഹമ്മദ് ദേവർകോവിലും അതോടൊപ്പം തന്നെ RJD-യുടെ നേതാവ് വർഗീസ് ജോർജും ഒക്കെ തുറന്നു അല്ല, പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് പറയേണ്ടി വരും. സത്യസന്ധല്ലേ കാര്യം. അത് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ, കാരണം CPM-ന് പറ്റാതിരിക്കുന്നത് എന്തുകൊണ്ടാ? ഇപ്പോഴും പിണറായി വിജയൻ മഹാനാണ്, അദ്ദേഹം തന്നെ മൂന്നാമതും വരണം നാലാമതും വരണം എന്ന് പറയുന്ന ഒരാളോട് എങ്ങനെ എതിരിടും? CPM-ന്റെ സംഘടനാ പ്രശ്നം കൂടിയത്. CPM-ൽ പിണറായി വിജയൻ ശരിയാണെന്ന് പറയുന്ന ഒരാളെ എതിർക്കാൻ ആർക്കും പറ്റില്ല. കാരണം ഭൂതൻ ലോക ഇതിൽ കമ്മ്യൂണിസ്റ്റിലുണ്ടാക്കിയ ആളെന്നൊക്കെയുള്ള മാതിരിയുള്ള തിരുവാതിരപ്പാട്ട് പോലെയുള്ള സംഗതിയാണ് CPM-ൽ. എപ്പോൾ CPM-ൽ ശക്തമായി നിന്ന് മതേതര വിഭാഗം പിണറായി വിജയ, നിങ്ങൾ ഈ CPM-നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളിയുടെ സഖാവായി നിർത്തുന്നിടത്തോളം കേരളത്തിൽ CPM-ന് അടിത്തറളകിപ്പോവും എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഇപ്പൊ മാറ്റുന്നത് അയാളെ ആരാ ഭരണത്തിൽ കിളഞ്ച് അതിന്റെ കൂടെ വെക്കും? എനിക്ക് ഒരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് മേൽ ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോ മൈക്രോ ഫൈനാൻസിന്റെ കേസുണ്ട്, മറ്റു പല കേസുകളും. കോൺഗ്രസ് ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കും ഇദ്ദേഹത്തിനെതിരെ. കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഒരു സംശയം ഇപ്പോഴും ഒരു നേതാക്കളും സ്വീകരിക്കും. എനിക്ക് സംശയമുണ്ട്. സതീശൻ ഒഴിച്ച് ബാക്കി ആരും നേരിട്ട് മറുപടി പോലും പറയാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഒരു ദൗർബല്യമാണ്. അല്ല, കോൺഗ്രസ് എന്നല്ല, ഇവിടെ എല്ലാവരുടെയും ഈ വർഗീയവും ഈ ജാതീയവുമായിട്ടുള്ള കണക്കുകൂട്ടലിന്റെ പുറത്താണ് എല്ലാവരും നിൽക്കണേ. ഇപ്പൊ പ്രതിഭ കായംകുളത്ത് തോറ്റപ്പോ പ്രതിഭ പറഞ്ഞൊരു കമന്റ് നിങ്ങൾ കേട്ടോ? SNDP-യും പാർട്ടിക്കാരുമാണ് എന്നെ തോൽപ്പിച്ചത്, വെള്ളാപ്പള്ളിയും പാർട്ടിക്കാരുമാണ് എന്നെ തോൽപ്പിച്ചത്. ക്ലിയറാണ്. വെള്ളാപ്പള്ളി അല്ലെങ്കിൽ പ്രതിഭ ജയിപ്പിക്കാൻ നിൽക്കുന്ന ആളാ. വെള്ളാപ്പള്ളി പ്രതിഭ ജയിപ്പിക്കാൻ നിൽക്കുന്ന ആളല്ല. വെള്ളാപ്പള്ളി വോട്ട് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളാ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം CPM നേതൃത്വത്തിന് ഉണ്ടായില്ലെങ്കിൽ അധികം താമസിയാതെ CPM-ന്റെ അടിത്തറ ഇളകിപ്പോവും. ബംഗാൾ പോലെ കേരളമാവും. കാരണം ഇനി അവരുടെ കൂടെ നിൽക്കുന്ന ഏറ്റവും കോർ വോട്ട് എന്ന് പറയുന്നത് പിന്നോക്ക ഹിന്ദു വോട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് പല മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശം കിട്ടിയത്. ഇല്ലെങ്കിൽ അതും കൂടി പോയാൽ കെട്ടിവെച്ച കാശം കൂടി ഇല്ലാണ്ടാവും. ഇവിടുത്തെ പ്രതിപക്ഷം BJP ആവും. അതാണ് വെള്ളാപ്പള്ളി BJP സ്വപ്നം കണ്ട കേരളത്തിലേക്ക് അവർ തന്നെ കൊണ്ടുവരിക, നടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്.